അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിന്ന് എങ്ങനെ ഒരു ഗെയിമിംഗ് ഇൻട്രോ, ഏത് ടൈപ്പ് ഇൻട്രോ ആയാലും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ സെർച്ചിൽ പോയിട്ട് പാൻസോയിഡ് ഇൻട്രോ എന്ന് സെർച്ച് ചെയ്യാം. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് അതിൽ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിൽ അടിയിലേക്ക് സ്ക്രോൾ ചെയ്തിട്ട് മോർ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാം. ഇതിലുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ബ്ലൂ റെഡ് ഇൻട്രോ എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന ഇൻട്രോ ആണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ലോഡിങ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഇൻട്രോ അപ്പോൾ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ വരും. അതിൽ ആ ഐസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആണ് നമ്മൾ വീഡിയോ ഉണ്ടാക്കേണ്ടത്. ഐസ് ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഒരു ഇതാവുള്ളൂ. എന്നിട്ട് ഇതാ നെയിം നമുക്ക് ഇഷ്ടമുള്ള, എന്നിട്ട് ആ ടെക്സ്റ്റിൽ പോയിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള നെയിം, ഞാൻ ഇപ്പോൾ ഒരു നെയിം അടിക്കാണ് ഇവിടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം നിങ്ങൾക്ക് അടിക്കാം. ആ 3 എണ്ണത്തിലും നെയിം അടിക്കണം. അപ്പം ഞാനിവിടെ നെയിം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് അതിൽ കിട്ടിയ വീഡിയോൻ്റെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഇൻട്രോ. ഇനി നിങ്ങൾക്കിത് സേവ് ചെയ്യാനായിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ബാലൻസ് ആണ് ഇപ്പോൾ ഇതിലുള്ളത്, ബാലൻസ് ക്വാളിറ്റിയിലാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഫാസ്റ്റ് വേണമെങ്കിൽ ഫാസ്റ്റിലാക്കാം. എന്നിട്ട് സ്റ്റാർട്ട് വീഡിയോയിലാണ് വേണ്ട, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വീഡിയോ സേവ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്ത വീഡിയോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കൊക്കെ കയറാം. ഇത് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയിക്കോളും. നമ്മുടെ വീഡിയോ ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അത് നിങ്ങൾക്ക് പോയിട്ട് ഫയൽ മാനേജറിൽ ഡൗൺലോഡ്സിൽ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഗുഡ് ബൈ.